FRKന്റെ ഫേക്ക് ഫ്രണ്ട് സിനിമാറ്റിക് യൂണിവേഴ്സ് FFCUവിൽ പ്രസൻസ് ബംബിൾ ബി സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫേക്ക് ഫ്രണ്ട് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഏകദേശം ബംബിൾ ബീം, ഹണി ബീം, പിന്നെ ഇതിലുള്ള പൂക്കളും പരാഗണവും ഒക്കെ ഏകദേശം ഈ ഫേക്ക് ഫ്രണ്ട് യൂണിവേഴ്സിറ്റി സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലായി കാണും. എനിക്ക് എന്താണെങ്കിലും സംഗതി മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ഇതൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് ആയതുകൊണ്ട് ഇതിലെ കഥാപാത്രങ്ങളും ഇതിലെ സിറ്റുവേഷൻസൊക്കെ സാങ്കല്പികമായതുകൊണ്ടും ഇതിനകത്ത് വന്നിരുന്നിട്ട് നിനക്ക് ഇതിൽ ആൾക്കാർ അറിയില്ലടാ, നിനക്ക് ഇവിടെ പേര് പറഞ്ഞുകൂടാന്നുള്ള ചോദ്യങ്ങൾ ഞാൻ ആദ്യമേ എന്ത് ചെയ്യുന്നു, ഇവിടെ നിരോധിച്ചിരിക്കുന്നു. കാരണം FRKന് ഇതൊരു ഇങ്ങനെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒരു സിനിമാറ്റിക് രീതിയിൽ ഇത് അവതരിപ്പിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നേരിട്ട് വന്ന ആളുകളുടെ പേരൊക്കെ പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്ന ലീഗൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നത്. അതായത് അരി തിന്നുന്നവന് മനസ്സിലായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഈ സംഗതി അങ്ങനെ ഇട്ടിട്ട് പോണത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ വീഡിയോസ് ഒന്നും FRKൻ്റെ അടുത്ത് വെക്കുന്നില്ല. ബിക്കോസ് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ആൻഡ് ഓൾറെഡി ഡിസ്ക്ലെയിമറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്താണെങ്കിലും ഈ ഒരു പെർട്ടിക്കുലർ ഫേക്ക് ഫ്രണ്ട്സ് സിനിമാറ്റിക് യൂണിവേഴ്സിലെ കഥ, ഈ ബംബിൾ ബി സ്റ്റോറി, ഹണി ബി സ്റ്റോറി, ഇത് ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞത് ഏജൻറ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇരുന്നിട്ടാണെങ്കിൽ ഞാനിപ്പോൾ റിയാലിറ്റിയിൽ ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, അതായത് സോഷ്യൽ മീഡിയയിലെ ഫെയിം ഉപയോഗിച്ച് ഏതെങ്കിലും ഒരാൾ XYZ ഏതെങ്കിലും ഒരാൾ ആ ഫെയിം യൂസ് ചെയ്ത് വേറൊരു റിലേഷനിൽ പോവാണ്. ആ റിലേഷനിൽ എന്തെങ്കിലും ഒരു ഗ്യാരണ്ടിയൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ ഫെയിം ഉപയോഗിച്ചൊരു റിലേഷനിലേക്ക് പോയി, ആ ഫെയിം ഉപയോഗിച്ച് ത്രട്ടനിങ് തുടങ്ങി, ആ ഫെയിം ഉപയോഗിച്ച് ആ റിലേഷൻ കട്ട് ചെയ്ത് അടുത്ത റിലേഷനിലേക്ക് ചാടി, എല്ലാം സോഷ്യൽ മീഡിയ ഫേസിൽ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ കളികൾ സേഫാണോ അല്ലേ? അതാണ് ഇവിടുത്തെ വിഷയം. കാരണം നമ്മൾ ഈ അടുത്ത കാലത്ത് ഒരുപാട് കേസുകൾ കേട്ടു, കണ്ടു, ഡിസ്കസ് ചെയ്തു. ഒരുപാട് പേരെ മീഡിയാസ് അടക്കം ഇങ്ങനെ എന്ന് പറഞ്ഞാൽ വലിച്ചു കയറി. വലിയ ടൈമൊന്നും വേണ്ട ഇവിടെ ഒരു കേസ് ഫയലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഒരു കേസ് ഫയലാവണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ പ്രൊവോക്ഡ് ആകുമ്പോൾ ആരെങ്കിലും കൊണ്ടുപോയി കേസ് കൊടുക്കും, അല്ലെങ്കിൽ സഫർ ചെയ്ത് ആരെങ്കിലും പോയി കേസ് കൊടുക്കും, അല്ലെങ്കിൽ ഒരാളെ തീർക്കാൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. അവിടെ അങ്ങനെയാണ്. ചിലപ്പോൾ ഓക്കെ 1-2 കൊല്ലത്തെ റിലേഷനിലൊക്കെ വളരെ മ്യൂച്വലായി അങ്ങോട്ടും ഇങ്ങോട്ടും കൺസെൻറ്റിലൊക്കെ ലവ് റിലേഷൻഷിപ്പ്, സ്നേഹം, ഇഷ്ടം, കാതൽ, പ്യാർ, ഇഷ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ അവിടെ ടൈമില്ല, സ്പേസ് ഇല്ല, ഒന്നുമില്ല. എല്ലാം കൂടി കോംപ്രമൈസ് ചെയ്ത് എല്ലാം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്നേഹത്തിന് കണ്ണില്ല, കാതില്ല, മൂക്കില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ പോവും. ആ പോയ ടൈമിൽ ഒന്നും എന്തില്ല, അവിടെ ഒന്നും മാറ്റർ ആയിരിക്കില്ല. പക്ഷേ ഒരു പെർട്ടിക്കുലർ സ്റ്റേജിൽ ചിലപ്പോൾ ആ റിലേഷൻ ബ്രേക്ക് ആവുമ്പോൾ, ആ ബ്രേക്ക് ആവുന്ന സ്ഥലത്ത് ചിലപ്പോൾ പാർട്ട്ണറായിട്ടുള്ള വ്യക്തി ഒന്നില്ലെങ്കിൽ വളരെ ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ഫേസിലേക്ക് പോകും. രണ്ടും സീനാണ്. പിന്നെ ഇതെങ്ങനെ ബ്രേക്ക് ആവുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. നിങ്ങളൊരു മൾട്ടിപ്പിൾ റിലേഷനും ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഫെയിം ഉപയോഗിച്ച് നിങ്ങൾ ആരെയും പോയിട്ട് ഇങ്ങനെ ഇരട്ടോട്ട് കുത്തി ഇരയിൽ നിന്ന് മറ്റേ കുഞ്ഞു ടൈപ്പ് ത്രില്ല് കഴിഞ്ഞാൽ അടുത്തേക്ക് പോകുന്ന ഒരാളാണെന്നെങ്കിൽ സോഷ്യൽ മീഡിയ ഫേസിൽ ഇരുന്നു കൊണ്ട് അത് പണിയാണ്. അപ്പോൾ പിന്നെ ഏറ്റവും നല്ല പരിപാടി എന്താ? ഇങ്ങനത്തെ പണിക്ക് പോവാതിരിക്കുക. ഒരു കേസോ കൂട്ടോ കാര്യങ്ങളോ ആയിക്കഴിഞ്ഞ് ലാസ്റ്റ് അതൊരു സോഷ്യൽ മീഡിയ ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ഇതിൽ പട്ടാമ്പിയിലുള്ള ഗിറ്റാറിസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്, അതും എനിക്കറിയാം. ഈ പറഞ്ഞ കേസുകളാണെന്നുണ്ടെങ്കിലും, ബംബിൾ ബി ആണെങ്കിലും ഹണി ബി ആണെന്നുണ്ടെങ്കിലും, ഇതിലൊരു ഞാൻ പറയട്ടെ, ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ ഒരു കേസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കയ്യിൽ നിന്ന് പോണ അവസ്ഥയാണ്.
സോ ബെറ്റർ ആരും എന്ത് ചെയ്യുക, അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ലൈം ലൈറ്റിൽ നിൽക്കുന്നവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളെ ട്രാപ്പിലാക്കാനും ആൾക്കാർ, അതും ഞാൻ പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഫേസിൽ അത്യാവശ്യം റെക്കഗ്നൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളെ ട്രാപ്പ് ചെയ്യാനും ആളുകൾ കാണും. അതും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. എല്ലാം നിങ്ങൾ ചെയ്യുന്നല്ല, ചിലപ്പോൾ നിങ്ങളെ ട്രാപ്പാക്കാനും ആളുകൾ കാണും. അവിടെ അതും തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. ഇല്ലെങ്കിൽ എന്നെങ്കിലും എപ്പോഴെങ്കിലും ഏതെങ്കിലും യൂണിവേഴ്സിലൊരു കേസ് വീണ് കഴിഞ്ഞാൽ നാറും, അടപടലം നാറും. ഓക്കെ, പിന്നെ അത് അപ്പം ഉണ്ടായിരുന്നതല്ലേ, അപ്പം ഞങ്ങൾ അങ്ങനെ കൺസെൻറ്റിൻ്റെ മുകളിലായിരുന്നില്ലേ, ഇപ്പം എന്തിനാ ഇങ്ങനെ കേസായിട്ട് വന്നത്? ഇവിടെ അങ്ങനെയാണ്. വർഷങ്ങൾക്ക് ശേഷവും ചിലപ്പോൾ ഒരാൾക്ക് അവരനുഭവിച്ച ട്രോമ കേസ് എന്നൊക്കെ പറഞ്ഞ് വരാം, അവിടെ കേസെടുക്കും. ഏത് അപ്പോൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്യാം. പണി മേടിച്ച് കൂട്ടിയ നാശമായിരിക്കും.